നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജിവെച്ചത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറാണ്. അനാരോഗ്യമുയർത്തിയുള്ള വിരമിക്കൽ ഇത് പ്രതീക്ഷിച്ചതുമാണ്. പക്ഷെ ധൻകറിന്റെ ആരോഗ്യം ദൈനംദിന ജോലികൾക്ക് തടസ്സവുമായിരുന്നു. എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ ഇതിനോടൊപ്പം ഉയരുകയാണ്. ആ 5 മണിക്കൂറിനിടെ എന്ത് സംഭവിച്ചു? ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകർ രാജിവെച്ചപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായി ഉണ്ടായ തർക്കമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് ആദ്യ സൂചന. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് നോട്ടീസ് ലഭിച്ചത്. 63 അംഗങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 സഭാധ്യക്ഷന്മാരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടതെന്നുമാണ് ഇന്നലെ വൈകിട്ട് 4-ന് ശേഷം ധൻകർ സഭയിൽ പറഞ്ഞത്. 9 മണി കഴിഞ്ഞ് രാജി പ്രഖ്യാപനം പുറത്തു വന്നു. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെയുള്ളതായിരുന്നു ലോക്സഭയിലെ പ്രമേയ നോട്ടീസ്. എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേത് മാത്രമായുള്ള നോട്ടീസാണ് ലഭിച്ചത്. അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താൽപര്യപ്പെട്ടില്ല. എന്നാൽ അത് വകവയ്ക്കാൻ അധ്യക്ഷൻ തയ്യാറായില്ലെന്നാണ് സൂചന. പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യസഭയിൽ ഇന്നലത്തെ നടപടി ധൻകർ ഉപരാഷ്ട്രപതി പദത്തിന്മേൽ സ്വയം അടിച്ച അവസാന താണിയായി എന്നാണ് BJP വൃത്തങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം, ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻകർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി നേടിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന അധ്യക്ഷനെയാണ് രാജ്യസഭയിൽ കണ്ടിരുന്നത്. പക്ഷപാതിയെന്ന് പ്രതിപക്ഷ വിമർശനം നേരിടേണ്ടിയും വന്നു. കഴിഞ്ഞ ഡിസംബറിൽ ധൻകറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിൽ 60 അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന സ്ഥിതി വരെ കാര്യങ്ങളെത്തി. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ രാജി, അതും രാത്രി 9 മണിക്ക്, എന്താണ് ആ മണിക്കൂറിൽ സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഉത്തരമില്ലാതെ തുടരുന്നത്. രാജി രാഷ്ട്രപതി സ്വീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിലാവേണ്ടത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാലാണ് രാജിക്ക് ഉടനടി പ്രാബല്യമെന്ന് കത്തിന്റെ ആദ്യ വാചകത്തിൽ തന്നെ ധൻകർ വ്യക്തമാക്കിയതും ശ്രദ്ധേയമായി. ഉപരാഷ്ട്രപതി രാജിവെച്ചാലുള്ള ഒഴിവ് താൽക്കാലികമായി നികത്താൻ എന്ത് ചെയ്യണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതല ഉടനെ ആർക്കെങ്കിലും നൽകുക എന്ന വിഷയം ഉയരുന്നില്ല. എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ എന്ന പദവിയിലെ ഒഴിവിന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നുകിൽ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും അംഗത്തിന് അധ്യക്ഷ ചുമതല നൽകുന്നതായി രാഷ്ട്രപതി വ്യക്തമാക്കണം. ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ചയാളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെച്ചത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പറയാനാവില്ല. കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഏതാനും ദിവസം ആശുപത്രിയിലായിരുന്നു. 2 ആഴ്ച മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചും ദേഹാസ്വസ്ഥ്യമുണ്ടായിരുന്നു. ധൻകർ ആയതുകൊണ്ട് രാജ്യ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന് സംശയിച്ചവരുമുണ്ട്. 1990 ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ദേവിലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി VP സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻകർ രാജിവെച്ചു. ജനതാദൾ അധ്യക്ഷനായിരുന്ന SR ബൊമ്മയ്ക്കാണ് രാജിക്കത്ത് നൽകിയത്. എന്നാൽ പിറ്റേന്ന് രാജി പിൻവലിച്ചു. ധൻകറുടെ രാജി BJPക്ക് തിരിച്ചടിയാണ് എന്നതിൽ സംശയമില്ല. നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഭൈരോൺ സിംഗ് ഷെഖാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തികയാൻ കാത്തു നിൽക്കാതെ രാജിവെച്ചിരുന്നു. ഈ തീരുമാനം ദേശീയ തലത്തിൽ ചർച്ചയാക്കുന്നത് ശശി തരൂർ എഫക്റ്റാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂർ രാജ്യസ്നേഹം ഉയർത്തിയാണ് മുൻപോട്ട് പോകുന്നത്. രാജ്യത്തിനു വേണ്ടി എന്ത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തരൂരിനെ BJP നിയോഗിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ കോൺഗ്രസിൽ നിന്നും തരൂർ പുറത്തു വന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകുമെന്നും സൂചനകളുണ്ട്. BJP ദേശീയ അധ്യക്ഷനെയും ഉടൻ പ്രഖ്യാപിക്കും. അതും കേന്ദ്രമന്ത്രിയാകുമെന്ന് സൂചനയുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിനൊപ്പം ചർച്ച ചെയ്യുന്നത് ഏറെയും കേന്ദ്രമന്ത്രിമാരാണ്. അങ്ങനെ വന്നാൽ കേന്ദ്രമന്ത്രിസഭയിലും ഒഴിവ് വരും. ഈ സമ്മേളന വിശേഷം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുനിയുമെന്നാണ് സൂചന. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള സംസ്ഥാനങ്ങളെ കരുതലിൽ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് കേരളത്തിന് കൂടുതൽ സാധ്യത നൽകിയേക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്തിടെ രാജ്യസഭയിലെത്തിയ RSS മുഖമായ സദാനന്ദൻ മാസ്റ്ററെ പോലും ഇതിൽ പരിഗണിക്കാൻ ഇടയുണ്ട്. ഇതിനൊപ്പമാണ് തരൂരിന്റെ സാധ്യതകൾ ചർച്ചയാകുന്നത്.
അതായത് തരൂർ മനസ്സ് തുറന്നാൽ ഉടൻ അന്തിമ തീരുമാനങ്ങളിലേക്ക് BJP കടക്കുമെന്ന് പോലും വിലയിരുത്തലുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജിയെന്ന് രാഷ്ട്രപതിക്ക് അയച്ച രാജിക്കത്തിൽ ജഗദീപ് ധൻകർ പറഞ്ഞു. അനുച്ഛേദം 67A പ്രകാരമാണ് തന്റെ രാജിയെന്നും കത്തിൽ ജഗദീപ് ധൻകർ പറയുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും കത്തിൽ ജഗദീപ് ധൻകർ പറയുന്നു. മാർച്ചിൽ നെഞ്ചുവേദനയെ തുടർന്ന് ധൻകർ ഡൽഹി എയിംസിൽ ഏതാനും ദിവസം ചികിത്സയിലായിരുന്നു. അതേസമയം രാജിക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് സൂചന. രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനത്തോടെയാണ് താൻ പദവി ഒഴിയുന്നതെന്നും പാർലമെന്റിലെ അംഗങ്ങളോട് തന്റെ സ്നേഹം അറിയിക്കുന്നുവെന്നും ജഗദീപ് ധൻകർ രാജിക്കത്തിൽ വ്യക്തമാക്കി. ഇന്നലെ രാജ്യസഭ നിയന്ത്രിച്ചത് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗദീപ് ധൻകർ തന്നെയായിരുന്നു. എന്നാൽ രാജ്യസഭയിൽ ഇന്നലെ വൈകിട്ട് സംസാരിക്കുമ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതാണ് അവരെ എല്ലാം തന്നെ ഞെട്ടിച്ചതും. രാജി ഇന്നലെ തന്നെ പ്രാബല്യത്തിൽ വന്നതിനാൽ ഇനി അദ്ദേഹം രാജ്യസഭയിൽ എത്തില്ല. 2022 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ ചുമതലയേറ്റതും പദവിയിൽ ഇനിയും 2 വർഷം ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നത്. 2019 മുതൽ 2022 വരെ ബംഗാൾ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം ബംഗാളിലെ ഇടപെടലുകളുമായാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രീതിയുമായി ഉപരാഷ്ട്രപതിയായി എത്തിയത്. പ്രതിപക്ഷവുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ധൻകറിനെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ കത്ത് നൽകുന്ന അസാധാരണ നീക്കം വരെ നടന്നിരുന്നു. BJPക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നും തങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്നും പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു. ഇത്തരമൊരു ഉപരാഷ്ട്രപതിയെയാണ് കളമൊഴിയുന്നത്. ഇതേസമയത്ത് തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലും ചില നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. BJP MPമാർ തിരക്കിട്ട് രാജ്നാഥ് സിംഗിന്റെ ഓഫീസിനകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാതെയുള്ള ഈ തിരക്കിട്ട പ്രവൃത്തികൾക്കിടയിൽ ചില രേഖകളിൽ ഒപ്പുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നും എന്നാൽ ശൂന്യമായ പേപ്പറുകളിലാണ് ഒപ്പുവെക്കപ്പെട്ടതെന്നും അഭ്യൂഹങ്ങളുണ്ട്. അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ചുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം ഇതിനെ നോക്കിക്കാണുന്നത്. രാജ്യസഭയിൽ ആദ്യത്തെ അജണ്ടയായി പ്രതിപക്ഷം കൊണ്ടുവരാനിരുന്ന വിഷയമായിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം. ധൻകറിന്റെ രാജിയോട് അടുത്തത് എന്ത് നീക്കമാണ് വേണ്ടതെന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ MPമാർ ചർച്ച ചെയ്യും. ഇംപീച്ച്മെന്റ് പ്രമേയം ധൻകറിന്റെ അഭാവത്തിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. യശ്വന്ത് വർമ്മയുടെ വിഷയത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ മുമ്പ് ജഗദീപ് ധൻകറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ പ്രമേയം കൊണ്ടുവരുന്നത് തങ്ങളുടെ അജണ്ടയ്ക്ക് മേധാവിത്വം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ആ നീക്കമാണ് ഇപ്പോൾ ഇല്ലാതായത്. ഉപരാഷ്ട്രപതി രാജിവെച്ചതിന് പിന്നാലെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി NDA ചർച്ച ആരംഭിച്ചതായാണ് വിവരം. വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം. ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ മുൻതൂക്കമുണ്ടെന്നാണ് സൂചന. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഉപരാഷ്ട്രപതിമാർ സ്ഥാനമൊഴിയുന്നത് അപൂർവമാണ്. ദൈവിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ താൻ കാലാവധിക്കപ്പുറത്തേക്ക് സ്ഥാനത്ത് തുടരില്ലെന്നും ധൻകർ അടുത്തിടെ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചിരുന്നു. രാജിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്.